തിരുവോണ ദിവസം ഇങ്ങനെ രാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ മുതൽ നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കിങ്ങനെ രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ക്ലൈമറ്റ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ആകാശത്തിന്റെ നിറങ്ങളൊക്കെ മാറി മാറി വരുന്നത് ഇങ്ങനെ നിരീക്ഷിച്ചിരിക്കാനും വളരെ സൈലന്റ് ആയ ഒരു മോർണിംഗ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനൊരു മോർണിംഗ് പേഴ്സൺ കൂടെയാണ് കേട്ടോ. രാവിലത്തെ പള്ളി പോക്കൊക്കെ അങ്ങനെ മഴയിൽ കുതിർന്ന ഒരു മഴ ദിവസമായിരുന്നു. അപ്പോഴേ നോത്തോന്ന് തിരുവോണമായിട്ട് ഫുള്ള് മഴയായിരിക്കുമോ. എന്തായാലും അത്തം കറുത്ത സ്ഥിതിക്ക് തിരുവോണം കുറച്ച് വെളുക്കാതിരിക്കില്ലല്ലോ. അപ്പൊ ആ ഒരു പ്രതീക്ഷയില് ഞങ്ങള് രാവിലെ പറമ്പിൽ നിന്ന് കുറച്ച് കപ്പയൊക്കെ കൂട്ടി കുറച്ച് എല്ലും കപ്പയൊക്കെ കഴിച്ച് കുറച്ച് കലോറിയൊക്കെ സ്റ്റോർ ചെയ്ത് ബാക്കി ഓണസദ്യകളുടെ പരിപാടികളിലേക്ക് നീങ്ങി കേട്ടോ. ആ സമയത്ത് കുറച്ച് മഴ തോർന്ന നേരം നോക്കി ഞങ്ങൾ പൂക്കളൊക്കെ പറിച്ച്, നമ്മളുടെ മറിയക്കുട്ടിയുടെ ആഗ്രഹമായിരുന്നു ഇന്ന് പൂക്കളം ഇടണം എന്നുള്ളത്. അപ്പോൾ വീട്ടിലെ പറമ്പിലുള്ള ചെറിയ പൂക്കൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. പൂക്കൾ ഇടാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കരിക്കൊക്കെ കുടിച്ച് കുറച്ച് എനർജിയൊക്കെ വരുത്തിയ ശേഷമാണ് ഞങ്ങൾ പൂക്കളം ഇടാനായിട്ട് പോയത് കേട്ടോ. നമ്മുടെ പറമ്പിൽ തന്നെയുള്ള കൊച്ചു പൂക്കളെല്ലാം കൂടെ കൂട്ടി ഒരു കുഞ്ഞു പൂക്കളം. പൂക്കളം ഒരുക്കുന്നതൊക്കെ നമ്മുടെ ഓരോ ഡിസൈൻ, നമ്മുടെ കലകളൊക്കെ നോക്കിയില്ലേ, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ താല്പര്യം അനുസരിച്ച് നമ്മളത് ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണെങ്കിലും ലാസ്റ്റ് ഒരു ഔട്ട്ലുക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു ഭംഗി ഇതിന് വരുമെന്ന് നമുക്കറിയായിരുന്നു. അതിനുശേഷം നല്ല വിഭവസമൃദ്ധമായ ഒരു ഓണസദ്യ, അമ്മയുടെ വക ഇഷ്ടംപോലെ കറികളെല്ലാം ഇലയിൽ നിരന്ന് നല്ലൊരു സദ്യയും കഴിച്ച് 2 കൂട്ടം പായസവും കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഉറക്കത്തിനുള്ള സമയമായി.